ഹലോ, അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ, എനിക്കിവിടെ റാഹത്താണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബീഡ്സ് വർക്കിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സാണ് കേട്ടോ ഇത്. എംബ്രോയ്ഡറിയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള 40 സ്റ്റിച്ചോളം നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നിലുള്ള വീഡിയോസാണ് അതൊക്കെ. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് പോയിട്ട് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഡ്സ് വർക്കിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ ക്ലോത്താണ്. ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്ത്, നമുക്ക് ഷിഫോണ്, ഇങ്ങനത്തെ ക്ലോത്താണ് നമുക്ക് പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോപ്പിളിൻ്റെ ക്ലോത്താണ്. നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ ചെയ്തില്ലേ, ആ ക്ലോത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഡിസൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ട്രേസ് ചെയ്തെടുക്കാനും വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പെൻസില്, സ്കെയില്, പെന്ന്, പിന്നെ അതുപോലെ കാർബൺ പേപ്പർ, യെല്ലോ കാർബണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈറ്റ് കാർബണും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പം കാണിക്കുന്ന വൈറ്റ് പെൻസിലുണ്ടല്ലോ, അത് നമുക്ക് ക്ലോത്തിലേക്ക് ഡിസൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. അത് നമുക്ക് ക്ലോത്തിലേക്ക് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പെൻസിൽ ഉപയോഗിച്ചിട്ട് അതിലൊരു ത്രെഡ് ഉണ്ട്, ആ ത്രെഡ് വലിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ നിബ് ഇങ്ങനെ മുകളിലേക്ക് വരുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ എടുക്കണ ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി നമുക്ക് വേണ്ടത് നീഡിലാണ്. നീഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നീഡിലിൻ്റെ നൂലിടുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഏറ്റവും തിക്നെസ് കുറഞ്ഞ നീഡിലെടുത്താലാണ് നമ്മൾ ഷുഗർ ബീഡ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നീഡിലിൻ്റെ നമ്പർ കൂടുന്തോറും നീഡിലിൻ്റെ നൂലിടുന്ന ഭാഗം ഇങ്ങനെ ചെറുതായി വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12-ാം നമ്പർ നീഡിൽ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഷുഗർ ബീഡൊക്കെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൽക്കും കുറച്ചും കൂടെ വലിയ നീഡിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡിസൈനും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ത്രെഡ് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ. നമ്മൾ തയ്യൽ മെഷീനിലൊക്കെ തയ്ക്കൂലേ, ആ ഒരു ത്രെഡാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും അടുത്തും ഉണ്ടാവുന്ന ത്രെഡാണല്ലോ. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇതാ എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒരുപാട് എംബ്രോയ്ഡറി കളർ ത്രെഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ബീഡ്സ് വർക്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ സിൽക്ക് ത്രെഡാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറിയും ചെയ്യാം, അതുപോലെ ബീഡ്സ് വർക്കൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് ബലമുള്ള ഐറ്റം ത്രെഡാണ് കേട്ടോ അത്. പിന്നെ ഇത് സെരി ത്രെഡാണ്. ഇത് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ആരി വർക്ക് നമ്മൾ ചെയ്യുക ഈ ത്രെഡ് കൊണ്ടാണ്. പിന്നെ ഇതുകൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ, നോർമൽ ത്രെഡ് കൊണ്ടും അതുപോലെ സിൽക്ക് ത്രെഡ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിലൊരു ടാപ്പും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അളവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ അതാ നമ്മളൊരു ഗമ്മ് കാണിക്കേണ്ടത്, ഇത് ഫെവിക്രിലിൻ്റെ ഗമ്മാണ്. ഇതിന് 25 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റോണ് ഒട്ടിച്ച് വെക്കാനാണ് നമ്മൾ ഈ ഗമ്മ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗമ്മ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ബീഡ്സ് വർക്ക് വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ക്ലോത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബീഡ്സ് കൊണ്ട് നമ്മൾ വേറെ ഓരോ സ്ക്രഞ്ചീസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണും പിന്നെ അതുപോലെ വേറെ കുറേ ഗമ്മുകളുണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ആരി വർക്കിൻ്റെ നീഡിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ആരി വർക്കിൻ്റെ നീഡിൽ. പിന്നെ ഇത് വുഡൻ നീഡിലാണ്, പിന്നെ അയൺ നീഡിലുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ കാണിച്ചത് ടുലിപ്പിൻ്റെ നീഡിലാണ്. അതാണ് കേട്ടോ ബിഗിനറിന് മസ്റ്റായിട്ട് വേണ്ട നീഡിൽ ആരി വർക്കിൻ്റെ. അത് 14-ാം നമ്പറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നീഡിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് ബീഡ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തരം ബീഡ്സ് ഉണ്ട് കേട്ടോ. ഓരോ ബീഡ്സും പല സൈസിലുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് തരം ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഒക്കെയൊന്നും നമ്മളിതിൽ കാണിക്കണില്ല, ആകെ കുറച്ചുള്ളൂ കാണിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കട്ട് ബീഡ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇതിൻ്റെ വേറൊരു കളറുണ്ട്. നേരത്തെ കാണിച്ചതൊരു ഓറഞ്ച് യെല്ലോ കളറാണ്, ഇതൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട് ബീഡ് വെച്ചിട്ടുള്ള 2 ഡിസൈൻ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ട്യൂബ് ബീഡാണ് കേട്ടോ. ഇത് കട്ട് ബീഡിൻ്റെ കുറച്ച് വലിയ സൈസായിട്ടുള്ള ബീഡാണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ 2 ഫോട്ടോയും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബീഡ് വന്നിട്ട് ഹാഫ് ബീഡാണ് കേട്ടോ. ഇത് ഒരു ബീഡിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ ഉണ്ടാവുക. പകുതി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ബാക്കി പകുതി കണ്ടാൽ നമുക്കൊരു ഫുള്ളായിട്ടുള്ള ബീഡാണെന്ന് തോന്നും. ഇത് നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാനോ അതുപോലെ കോർത്തെടുക്കാനോ വേണ്ടി പറ്റും. ഒരു ഹോളുണ്ട് കേട്ടോ അതിൽ.
അതിൻ്റെ തന്നെ കുറച്ച് വലിയ സൈസാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പറ്റുക. ഇത് കോർത്തെടുക്കാൻ ഇതിൽ പറ്റില്ല. ഇതൊരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരു പാക്കറ്റിന് നമുക്ക് 10 രൂപ ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഹാഫ് ബീഡ് ഡിസൈൻ ചെയ്താൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഹാഫ് ബീഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നെക്കിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. ഇനി അടുത്തത് സ്വീക്വൻസ് ആണ് കേട്ടോ. സ്വീക്വൻസ് ഒരുപാട് രീതിയിലുണ്ട്, അതുപോലെ ഒരുപാട് കളറിലുണ്ട്. നല്ല ഭംഗിയുള്ള ഓരോ ഷേപ്പിലായിട്ട് നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള സ്വീക്വൻസ് ആണ്, ചെറിയ സ്വീക്വൻസ് ആണ് കേട്ടോ. അതിൽ കുറച്ചും കൂടെ വലുതായിട്ടുള്ളതാണ്, ഒരു ഡിസൈൻ ആയിട്ടുള്ള സ്വീക്വൻസ് ആണിത്. 4 സൈഡും കുറച്ചും ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഈ 3 കളറുള്ളൂ എൻ്റെ അടുത്തുള്ളത്. സ്വീക്വൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻസ് ഇതിൽ കാണിച്ചു തരാം. ഇത് സ്വീക്വൻസ് വെച്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ ഡ്രസ്സിൽ ചെയ്തതൊന്നും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബീഡ് പരിചയപ്പെടാം. ഇനി അടുത്തത് ജർദോസിയാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറേ ഡ്രസ്സുകൾ, ഹാൻഡ് വർക്ക് ചെയ്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ അതിലൊക്കെ ഈ ജർദോസി ത്രെഡ് വെച്ചിട്ട് ചെയ്തത് ഒരുപാട് ഡിസൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ജർദോസിയും കിട്ടും, അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാത്ത നീളത്തിലുള്ള ഒരു മാല പോലെയുള്ള ഓരോ ത്രെഡും നമുക്ക് കിട്ടും. കട്ട് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈസിലുള്ളത് മാത്രമല്ല കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വലുതും ചെറുതാക്കിയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് തരത്തിലുണ്ട്, ഒരുപാട് കളറിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് മോഡലിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മിററാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഡ്രസ്സിലൊക്കെ ഇപ്പം അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സിലുണ്ട് മിറർ വർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു 2 ഫോട്ടോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാദ്യം നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലൂടെ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഈ മിറർ വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള ഡിസൈൻസ്. പിൻട്രസ്റ്റ് ആപ്പിൽ കയറിയിട്ട് നമുക്ക് എന്താണോ എന്ന് വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് തരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതാ ഒന്നും കൂടെ ഉണ്ട്. ഇത് നോർമൽ ബീഡാണ്. ഇതിൽ വലിയ ഹോൾ ഉണ്ടാവും. ഇതിൽ പല സൈസ് ഉണ്ട് കേട്ടോ. ഇതിൽ ചെറുത് ഷുഗർ ബീഡ്, കുറച്ച് വലുതാണ് ഇതുള്ളത്. ഇനി ഇതിലേക്കാട്ടിലും വലിയ വലിയ തരത്തിലുള്ള ബീഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാലമുത്ത് പോലെ നമുക്ക് കോർത്തിട്ടോ നമുക്ക് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാം കേട്ടോ. ക്ലോത്തിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് ഷുഗർ ബീഡ്. ഇതില്ലാതെ ബീഡ്സ് വർക്ക് രസം ഉണ്ടാവില്ല കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഷുഗർ ബീഡ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു മൾട്ടി കളറാണ്. നേരത്തെ കാണിച്ചൊരു ഗോൾഡ് കളറാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടെ ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഏത് തരം ഡിസൈൻ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. കുറേ ടൈം വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇത് കൊള്ളണ നീഡിൽ നമ്പറാണ് കേട്ടോ 12. 2 ഡിസൈൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ട് ചെയ്യുന്ന വർക്കാണ് ഈ ഷുഗർ ബീഡ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബീഡ്സ് വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങി വെക്കാം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് തന്നെ നമുക്ക് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കുറച്ച് ഫ്രെയിമാണ്. ഫ്രെയിമും കൂടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ ഒരു എംബ്രോയിഡറി സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടോ. കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് ആരി വർക്ക് പഠിക്കുന്ന ടൈമിലേക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഇതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ബീഡ്സ് വർക്കിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്തായാലും ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫാഷൻ ഡിസൈനും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എംബ്രോയിഡറി ക്ലാസ് ഉണ്ട്, 40 എംബ്രോയിഡറി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം.